എടുത്ത് ഓപ്പൺ ചെയ്തത്. ഇത് നമ്മുടെ ചാർട്ടിനോവയുടെ വൈറ്റൽസ്റ്റിം പ്ലസ് 4 ചാനൽ വരുന്ന മെഷീനാണ്. ഇതാണ് യൂണിറ്റ് വരുന്നത്. യൂണിറ്റിലിത് അതിൻ്റെ പൗച്ചാണ്. ഇത് സ്റ്റാൻഡ് ജസ്റ്റ് ഫെദർ ടച്ചിന് വേണ്ടി. മെഷീൻ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ബാറ്ററി വരുന്നത് ബാക്ക് സൈഡിലാണ്. ഈ പൗച്ച് മാറ്റിയ ബാറ്ററി അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഏത് ബാറ്ററിയാണെന്ന് കൂടെ പറയണം. ട്രിപ്പിൾ എ ആണ്. ഇത് ആൽക്കലൈൻ ബാറ്ററിയാണ്. സാധാരണ ഡബിൾ എ ആണോ? ഡബിൾ എ ബാറ്ററിയാണ്. ആണോ അല്ലേ? ഇത് റീചാർജബിൾ അല്ലല്ലോ. ഇത് റീചാർജബിൾ ബാറ്ററിയാണ്. റീചാർജബിൾ 4 സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറയാം. ചാർജും കൂടെ. ഈ 4ാമത്തെ ബാറ്ററിയുടെ ഉള്ളിലാണ് എൻ്റെ സീരിയൽ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇതിപ്പോൾ എത്ര ബാക്കപ്പ് കിട്ടുമായിരിക്കും ഈ ബാറ്ററി? മോർ ദാൻ 30 hours കിട്ടും. പിന്നെ റീച്ച് മീൻസ് നമ്മൾ ബാറ്ററി മേടിച്ച് യൂസ് ചെയ്ത് റീചാർജ് യൂസ് ചെയ്യുന്ന അത്രയും ടൈം കിട്ടുന്നില്ല. ഇത് ഓൺ ഓഫ് വരുന്നത് ഇവിടെ തന്നെയാണ്. ഓൺ ഓഫ് വരുന്നത് ഇവിടെ തന്നെയാണ്. ഇത് ഹോം സ്ക്രീനാണ്. ഇത് അക്സസറീസ് ആയിട്ട് വരുന്നത് മെഷീൻ്റെ 4 ചാനൽ, നാല് ചാനലുണ്ടാവും. അപ്പോൾ 4 ചാനൽ സബ്സ്ക്രൈബ് കളറിൽ ഇത് ചെയ്തിട്ടുണ്ട്. അത് ചേർന്നത് ഒരു ട്രിഗറിങ്ങിൻ്റെയാണ്. ഈ ഫീച്ചർ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യന് ട്രിഗർ ചെയ്യാൻ വേണ്ടി ട്രിഗറിങ് സിസ്റ്റമാണ്. ഇത് സർഫസ് CMG കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളാണ്. അത് പോയിട്ട് 2 സെറ്റ് ഇലക്ട്രോഡ്സും കൂടി സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ലാർജിൻ്റെ ഒരു സെറ്റും സ്മോളിൻ്റെ ഒരു സെറ്റുമാണ് വരുന്നത്. അഡീഷണലാണ് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ഇത് വരുന്നത് സോഫ്റ്റ്വെയർ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പെൻഡ്രൈവാണ്. പിന്നെ ഈ ക്യാരി കേസ് ഇത്രയാണ് ഇതിൻ്റെ മെഷീൻ്റെ കൂടെ വരുന്നത്. മെഷീനിൽ തന്നെ നമുക്ക് വൈറ്റൽ സ്റ്റെം എന്ന് പറയുമ്പോൾ ഡിഫീജിയക്കും യൂസ് ചെയ്യാം. സർഫസ് CMG ഈ സ്റ്റിമ്മ് പ്ലസ് സർഫസ് CMG ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഈ 4ാമത്തെ മോഡ് വരുന്നത്. സർഫസ് CMG സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റിമ്മ് വൈറ്റൽ സ്റ്റെം പ്ലസ് സർഫസ് CMG യൂസ് ചെയ്യാം. ദെൻ പിന്നെ VMS കറണ്ട്, വേരിയബിൾ മസിൽ സ്റ്റിമുലേറ്റർ. ഇതൊരു സ്റ്റിമുലേഷൻ കറണ്ടാണ്. നമുക്കൊന്ന് ജസ്റ്റ് വൈറ്റൽ സ്റ്റെം കൊടുക്കുന്നതിന് മുമ്പൊക്കെ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ VMS കറണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഏത് കറണ്ടാണോ സെലക്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സും ഇതിൻ്റെ ഇലക്ട്രോഡ് പ്രൈസ് ഒക്കെ ഡീറ്റെയിൽസ് ഇതിൽ തന്നെ ഉണ്ടാവും. ഓരോരോ ക്ലിനിക്കൽ ഇൻഡിക്കേഷൻസിനെ പറ്റിയും എല്ലാം മെഷീനിൽ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. ഇത് ബാക്ക് ബട്ടൺ ഇതാണ്. ഇത് ഹോം ബട്ടണാണ്. ഇതിൻ്റെ നമുക്ക് ചാനൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഓരോ ചാനലായിട്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ എല്ലാം ടച്ച് തന്നെയാണ്. ടച്ച് നമുക്ക് ഫിംഗർ വെച്ച് യൂസ് ചെയ്യാം, ഫെദർ ടച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓരോ ചാനൽ സെറ്റ് ഇതെല്ലാം കംപ്ലീറ്റ് സെൻസർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാനൽ കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഡിറ്റക്ട് ചെയ്ത് ചാനൽ ഓപ്പൺ ആണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നോൺ കോൺടാക്റ്റ് ആണ്. ചാനൽ ഇപ്പോൾ നമുക്ക് ചിലടത്ത് 2 ചാനൽ യൂസ് ചെയ്തുള്ളൂ. ചില കണ്ടീഷൻസിലാണ് സർഫസ് CMG കൂടെ വരുന്ന ചാനലാണ് 4 ചാനലും അറ്റ് എ ടൈം യൂസ് ചെയ്യേണ്ടി വരിക. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലേ? അതെ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ദ ട്രീറ്റ്മെൻറ്റ്. യെസ്, കൺഫേം. ഇത് ട്രീറ്റ്മെൻറ്റ് സമ്മറി, വേർഡ് സമ്മറി. ഇതിനകത്ത് ആൾറെഡി ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് ആൾറെഡി കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ സിസ്റ്റമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. ആൾറെഡി ഓട്ടോമാറ്റിക്കലി ഇത് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി. പെൻഡ്രൈവിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ബ്ലൂടൂത്തിൽ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൂടൂത്തേ പറ്റുള്ളൂ. അല്ലല്ല, ഓട്ടോമാറ്റിക്കലി സിസ്റ്റമായിട്ട് സിങ്ക് ആയി നമുക്ക് പ്രിന്റ് ഔട്ട് ഡ്രൈവർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ഇതായിരിക്കും.
പിന്നെ ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഡെമോ ആണ്. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനാൽ ടെക്നിക്കൽ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നത് മാത്രമാണ്. ക്ലിനിക്കൽ ഡെമോ നമ്മൾ ക്ലിനിക്കൽ പേഴ്സണൽ തെറാപ്പിസ്റ്റിന് ഡയറക്റ്റ് കൊടുക്കണം.